ഹായ്, എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ഈ ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നൊരു ദിവസം ദൈവം നമുക്ക് ദാനമായി തന്ന് അതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ടായിരുന്നോ? അപ്പോൾ ഇന്നലെ ഒരു കമൻറ്റ് വന്നായിരുന്നു, വിജി എനിക്കൊരു ഡൗട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ പ്രീസമ്മോൻ്റെ ഈ പ്രൊജക്റ്റിൻ്റെ കാര്യമൊക്കെ പറഞ്ഞ് നമ്മൾ വെപ്രാളപ്പെട്ടിങ്ങനെ പോയില്ലേ. അപ്പോൾ പുള്ളിക്കാരി പറയാമായിരുന്നു, ഇത്രയും സ്ട്രിക്റ്റ് ആണോ, പിറ്റേ ദിവസത്തേക്കിന് ആണെങ്കിൽ ടീച്ചർ വല്ലതും പറയുമോ എന്ന്. ഇവിടെ നിന്ന് പറയുന്നത് പിന്നെ ഞാൻ കൊച്ചിനോടും ചോദിച്ചു. അങ്ങനെ ഈ പ്രൊജക്റ്റൊക്കെ ഇവരങ്ങ് ഭയങ്കര പേടിയുമോ. പിന്നെ ഈ എന്തെങ്കിലും ബുക്ക് നമ്മൾ ഈ പിള്ളേർ എഴുതുമല്ലേ, അതിൽ ഇൻകംപ്ലീറ്റ് ഉണ്ടെങ്കിൽ ടീച്ചർമാർ കഴിഞ്ഞ പ്രാവശ്യം ഇൻകംപ്ലീറ്റ് ആയ പിള്ളേരെ ഹോളിൽ കൊണ്ടിരുത്തിയിട്ട് എഴുതിപ്പിച്ച് ഇങ്ങനെ ഓരോ ചെറിയ ചെറിയ പണിഷ്മെൻറ്റ് കൊടുക്കും. പിന്നെ ടീച്ചർമാരെങ്ങനെയാണെന്ന് വെച്ചാൽ അതുപോലെ ഇരിക്കും. ഇവരെന്ന് പറയുന്ന പിള്ളേർക്ക് റിമാർക്കാണ് കൊടുക്കുന്നത്. എന്തെങ്കിലും ഒരു പ്രാവശ്യം കഴിഞ്ഞ ഈ വർഷം തന്നെ പ്രൈസം മോൻ ഒരു ടെക്സ്റ്റ് ബുക്ക് കൊണ്ടുപോയില്ല ഹിന്ദിയുടെ. ഉടനെ ടീച്ചർ അവൻ്റെ കയ്യിൽ നിന്ന് ഡയറി വാങ്ങിച്ച് റിമാർക്ക് കൊടുത്തു. അപ്പോൾ ഇവൻ വീട്ടിൽ വന്ന് ഭയങ്കര കരുത്ത. റിമാർക്കെന്ന് കേട്ടാൽ പിള്ളേർക്ക് ഭയങ്കര പേടിയാണ്. അങ്ങനെ എന്തെങ്കിലും കൊണ്ടു ചെന്നില്ല എങ്കിലൊക്കെ ഇത്തിരി സ്ട്രിക്റ്റാണ് ഇവിടെ. അപ്പോൾ നമ്മളെല്ലാം ചെന്ന് ഓപ്പൺ ഹൗസിൽ അങ്ങനെയൊക്കെ പറയാം. പിള്ളേരുടെ ഇതിന് വേണ്ടിയല്ലേ ചെയ്യുന്നത്. ഇങ്ങനെയൊക്കെ ചെയ്തില്ലെങ്കിൽ ഇവൻ്റെ ക്ലാസ്സിലും ഇവൻ്റെ അടുത്തൊക്കെ ഉള്ള പിള്ളേർ ഭയങ്കര കുസൃതി പിള്ളേരും ഉണ്ട്. ആ കുട്ടികളെ തന്നെ അവർ നന്നാവാൻ വേണ്ടി അവരെ ഈ ഫ്രണ്ട്സിൽ നിന്ന് വേറെ ക്ലാസ്സിൽ മീൻസ് വേറെ ഡിവിഷനിലോട്ട് മാറ്റിയിരുത്തും. എന്നിട്ടും നന്നാവാത്ത പിള്ളേരും ഉണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു അവർക്കൊക്കെ ആണെങ്കിൽ അങ്ങനെ കുഴപ്പമില്ല, ടീച്ചർ പിറ്റേ ദിവസമൊക്കെ കൊണ്ടു ചെന്നാലും വഴക്ക് പറയത്തുള്ളൂ. ഇവർക്ക് ഇങ്ങനെ റിമാർക്ക് കൊടുക്കും. പിന്നെ ഇങ്ങനെയൊക്കെയുള്ള വേറെ ക്ലാസ്സിലോട്ട് കൊണ്ടിരുത്തി എഴുതിപ്പിക്കും. കംപ്ലീറ്റ് ആക്കാത്തവരെ ഇൻകംപ്ലീറ്റ് ഉള്ളവരെ അങ്ങനെ അവിടെ കൊണ്ട് കംപ്ലീറ്റ് ആക്കും. അതൊക്കെ ചിലർക്കത് അവർ സീരിയസ് ആയിട്ട് എടുക്കും. പേടിയാണ് പിള്ളേർക്ക്. അപ്പോൾ ഒരു മാസം ഇത്ര റിമാർക്ക് കിട്ടിയാൽ ഉള്ള ഇവൻ കഴിഞ്ഞ ദിവസം ഞാൻ ചോദിച്ചാൽ എടുത്ത് പറയായിരുന്നു, മന്ത്ലി 5 റിമാർക്കിൽ കൂടുതലായ അവർ ഡിസ്മിസ് ചെയ്യുമോ. അതായത് പിള്ളേരല്ലേ. അപ്പോൾ നമ്മൾ പ്രൊജക്റ്റൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ അതേ സമയത്ത് തന്നെ ടീച്ചർമാർ ഇത്ര സ്ട്രിക്റ്റ് ആണെങ്കിൽ നമ്മൾ അത് പറയുന്ന ദിവസം തന്നെ കൊണ്ടുപോയിരിക്കണം. അല്ലെങ്കിൽ അവരതിന് പിള്ളേർക്ക് റിമാർക്ക് കൊടുക്കും. എന്തുവാടാ നിൻ്റെ കാര്യം? നീ അന്ന് കൊണ്ടുപോകാഞ്ഞതിൻ്റെ കമ്പൾസറി ആണോ ഭയങ്കര സ്ട്രിക്റ്റ് ആണോ ടീച്ചർമാരെന്നൊക്കെ ഒരു കമൻറ്റ് വന്നായിരുന്നു. എല്ലാ ടീച്ചറും സ്ട്രിക്റ്റ് ആണോ? നിനക്ക് അടി കിട്ടിയിട്ടുണ്ടോ? ഒരു പ്രാവശ്യം കിട്ടിയെന്ന് പറഞ്ഞു. അടിയെന്ന് പറഞ്ഞാൽ കയ്യിലല്ല, ഇങ്ങനെ പുറത്തിങ്ങനെ തട്ടി. നൊന്തായിരുന്നോ ഒന്ന്? ഇല്ല. എന്തോന്നോ ക്ലാസ്സിൽ ഇരുന്ന് ഇങ്ങനെ എന്തോ തവലടിച്ചോ? ഇവനെ ക്ലാസ്സിൽ ഓരോ പിള്ളേർ പറയണത് നീ ചെയ്യടാന്ന്. അങ്ങനെ ഈ പൊട്ട ഇരുന്ന് ചെയ്യും. അവന്മാർക്ക് അടിയും കിട്ടത്തില്ല. അവനും കിട്ടിയോ? പിന്നെന്താ, പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഓക്കെ. അന്നേരം ഉള്ളി അരിയുന്ന കണ്ടിട്ട് ആരും ചിന്തിക്കാണ്ട് യോ വിജി ഇത്രയും സ്പീഡിലാണോ അരിയുന്നതെന്ന്. ഞാനത് സ്പീഡാക്കി ഇട്ടതാണ് കേട്ടോ. അത്ര അറിയാവുന്നവരുണ്ട്, ഞാൻ ചുമ്മാ ഒന്ന് പറഞ്ഞതാണ് കേട്ടോ. അപ്പം ഞാൻ ഇന്ന് രാവിലെ ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് കണ്ടപ്പോഴേ മനസ്സിലായി കാണും. വിജിയുടെ കുക്കറും ഉള്ളി അരിയൊക്കെ കണ്ടപ്പോഴേ മനസ്സിലായി കാണും. പാസ്തയാണ് ഉണ്ടാക്കുന്നത്. പാസ്ത എന്ന് കണ്ട പ്രൈസമ്മോൻ രാവിലെ എണീറ്റ് വരുമ്പോഴേ ഇതിൻ്റെ മണം വരുമ്പോഴേ പാസ്തയാണോ എന്ന് ചോദിക്കും. അപ്പോഴേ ഇവന്മാർ പറയും വൈറ്റ് പാസ്ത ഉണ്ടാക്കാമെന്ന്. എനിക്കത് ഇഷ്ടേ അല്ല. ഞാൻ പറഞ്ഞു വേണ്ട, കുറേ ബട്ടറും അതും ഇതൊക്കെ അടിച്ച് കയറ്റി. ഞാൻ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു. മൈദായും ഇതൊക്കെ ഇട്ട് ചെയ്യുമല്ലേ. അപ്പോൾ 1-2 പ്രാവശ്യമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അപ്പം ഞാൻ ഇതിൻ്റെ അകത്ത് ഇത്തിരി സവാള ഇട്ടൊന്ന് വാട്ടിയെടുക്കട്ടെ. പക്ഷേ ഇങ്ങനെയുള്ള ഇച്ചിരി എരിവൊക്കെ ഇട്ടുണ്ടാക്കുന്ന പാസ്ത എനിക്കും ഇഷ്ടമാണ്. കഴിഞ്ഞ ദിവസം പ്രൈസമ്മോൻ്റെ ഒരു പാർട്ട്ണറുണ്ട് അടുത്തിരിക്കുന്ന വെച്ച്. അന്നേരം ഇവൻ അന്ന് എന്തുമായിരുന്നു കൊണ്ടുപോയേ? ഇവൻ മസാല ഇഡലിയാണ് കൊണ്ടുപോയത്. അപ്പം ഞാൻ ചോദിച്ചു ആരെങ്കിലും കഴിച്ചോ? അന്നേരം പറഞ്ഞു കഴിച്ചു മമ്മി, എൻ്റെ പാർട്ട്ണറിന് അവന് ആ കൊച്ച് ഇവൻ പറയുന്ന ആ കൊച്ച് ടിഫിൻ കൊണ്ടുവരത്തേ ഇല്ലെന്നാ. ഞാൻ പറഞ്ഞു ടിഫിൻ കൊണ്ടുവരാതെ അവൻ എന്തോ ചെയ്യും? ആ സമയത്ത് അവൻ ഇങ്ങനെ നടക്കും. അവനൊരു ഇച്ചിരി മസ്തിയുള്ള കൊച്ചാണ്.
ഞാൻ പറഞ്ഞു അവൻ ഇന്നലെ കൊണ്ടുവന്നു വൈറ്റ് പാസ്തയാണ് കൊണ്ടുവന്നതെന്ന്. എന്നിട്ട് അവൻ പറഞ്ഞു നിനക്ക് വേണമെന്നും പറഞ്ഞ് ഇവനോട് ചോദിച്ചെന്ന്. അപ്പം അവൻ പറഞ്ഞു നീ കൊണ്ടുവന്നത് എനിക്കിതാണ്. അപ്പം ഞാൻ പറഞ്ഞു അവൻ ടിഫിൻ കൊണ്ടുവരുന്നു ബാഗിൽ വെച്ചിട്ട് അവൻ കഴിക്കാതെ ഇരിക്കുന്നതാണോ? അങ്ങനെ വീട്ടിൽ നിന്ന് ആരെങ്കിലും കൊടുക്കാതിരിക്കുവോടാ? കൊച്ചല്ലേ, 5ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്നതല്ലേ. അങ്ങനെ അവൻ പറഞ്ഞു ഇല്ല മമ്മി അവൻ കൊണ്ടുവരത്തേ ഇല്ല, അവൻ അങ്ങനെ കഴിക്കണമെന്നില്ല, അവനിങ്ങനെ നടക്കണം. ആ സമയത്ത് അവൻ ആ ക്ലാസ്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമെന്ന് പറഞ്ഞ് മമ്മി ഞാൻ കൊണ്ടുപോകുന്ന സമയത്ത് മസാല ഇഡലി അങ്ങനെ ഉണ്ടെങ്കിൽ മമ്മി എനിക്ക് എക്സ്ട്രാ തന്ന് വിട്ടാൽ മതി, അത് അവന് ഇഷ്ടമാണ്. ഇവൻ പറഞ്ഞ് ഉള്ളയാണോ എന്തുവാണോന്ന്. അപ്പം ഞാൻ കുറേ പച്ചക്കറികൾ ഇന്നലെ അരിഞ്ഞ് വെച്ചായിരുന്നു. ക്യാപ്സിക്കവും കാബേജും ക്യാരറ്റും ബീൻസ് ആണെങ്കിൽ അതൊന്ന് മുറിച്ചിട്ട് നടുകെ ഒന്ന് കീറി. അപ്പോൾ ഇതെല്ലാം അങ്ങ് വയറ്റി ചെല്ലുമല്ലേ, ഇതിൽ നിന്നൊന്നും എടുത്ത് മാറ്റത്തേ ഇല്ല ആൾക്കാർ. അപ്പം ഞാനിതിലേക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി ഇതെല്ലാം ഇട്ടിട്ടുണ്ട്. ഒരു ഇച്ചിരി ഇന്ന് എരിവ് ഇച്ചിരി മുന്നിട്ട് നിന്ന് കുരുമുളകും കാശ്മീരി മുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം ഞാൻ പാസ്ത ഇട്ട് എന്നും ചെയ്യുന്നത് നിങ്ങൾ കാണുന്നതല്ലേ. അപ്പോൾ ഇത് കഴിഞ്ഞ ദിവസം ജിയോ മാർട്ടിൽ നിന്ന് വാങ്ങിച്ച പാസ്തയാണ്. ഞാൻ സാധാരണ നമ്മുടെ കടയിൽ നിന്ന് ഈ ലൂസാണ് വാങ്ങിക്കുന്നത്. ഇത് പാക്കറ്റിലെ ആയിരുന്നു. ഈ രാവിലെ എന്തെങ്കിലും ഇങ്ങനെയൊക്കെയുള്ള ഞാൻ അന്ന് ഉണ്ടാക്കില്ല സാൻഡ്വിച്ചൊക്കെ, അതൊക്കെ ഈ പിള്ളേർക്കൊക്കെ ഇഷ്ടം. എന്നും നമ്മൾ എന്തോ ഓരോ പുതിയത് കണ്ടുപിടിക്കുന്നത്. നമുക്ക് എനിക്കാണെങ്കിൽ ഈ ദോശ ഇഡലിയൊക്കെ എളുപ്പമാണ്. ഇതും കുഴപ്പമില്ല, പാസ്തയൊന്നും ഉണ്ടാക്കുന്നതിനും കുഴപ്പമില്ല, സാൻഡ്വിച്ചും കുഴപ്പമില്ല. എന്നും അങ്ങ് ആയാലും എന്നും കൊടുത്താലും ഇവന്മാർക്ക് പാസ്തയൊക്കെ കൊടുത്താൽ സന്തോഷമാണ്. ഇച്ചിരി ലിക്വിഡോടെ കൂടി തിന്നാനേ ഇതിപ്പോൾ ചൂടായിട്ട് തണുക്കുമ്പോൾ ലിക്വിഡ് ടൈപ്പ് അങ്ങ് മാറും. ഇങ്ങനെ തിന്നാൻ നല്ലൊരു ടേസ്റ്റാണ് ആ ഒരു ലിക്വിഡ് പരുവത്തിൽ. പോളെന്നും വൈകിട്ട് ചോദിക്കും ഓർക്കുന്ന സമയത്ത് മമ്മി നാളെ എന്തുവാ. അപ്പം ഞാൻ പറഞ്ഞു പാസ്തയാണെങ്കിലും എനിക്ക് 2-3 അവൻ്റെ ഈ 3 തട്ടുള്ള പാത്രം ഉണ്ടല്ലേ അതിൽ തന്നു വിടണമെന്ന് പറയും പിള്ളേർക്ക് എല്ലാവർക്കും കൂടെ കഴിക്കാൻ വേണ്ടി. അപ്പം നല്ല തണുപ്പല്ലേ ഇപ്പം ബസ്സിലൊക്കെ പോകുമ്പം. അപ്പം ഇവൻ്റെ കയ്യിൽ റെഡ് സെറ്റർ ഉണ്ടായിരുന്നു. അപ്പോൾ റെഡ് സെറ്റർ സ്കൂളിൽ അലൗഡില്ല. അവൻ റെഡ് കൊണ്ടുപോകുന്ന ഉടനെ ബസ്സിൽ വരെ ഉപയോഗിക്കത്തുള്ളായിരുന്നു. പിന്നെ ക്ലാസ്സിലും ഇപ്പം തണുപ്പാണേലും ഇവർ ഒരു AC ഇടുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ക്ലാസ്സിലും തണുപ്പല്ലേ. അപ്പോൾ ഇങ്ങനെ റേച്ചാൻ ഇപ്പം ഈ വൂഡി ടൈപ്പ് വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. അത് ഈ സിബ് ആയതുകൊണ്ട് അവൻ ഇടാനൊരു ബുദ്ധിമുട്ട്. എന്തോ ഞാൻ ചിന്തിച്ച് 200-300 ആവത്തുള്ളൂ, 750 രൂപ. ഞാൻ എന്തോ വാങ്ങിച്ചാലും ഉടനെ റേച്ചാനോട് ആദ്യം ചോദിക്കുന്നത് എത്ര രൂപയായി, അതാ ചോദിക്കുന്നത്. ആരേലും ഇങ്ങനെ ചോദിക്കുമോ? നമ്മൾ ആദ്യം റേറ്റാണ് തിരക്കുന്നത്. ഞാനൊരു ചായ എടുക്കട്ടെ. രാവിലത്തെയൊക്കെ കഴിഞ്ഞ് കുറേ നേരമായി. ഇപ്പം പിന്നെ ഞാൻ വെള്ളമെല്ലാം ക്യാനിൽ നിറച്ചു, വെള്ളം കുടിക്കാൻ പിടിച്ചിരിക്കുക, പാത്രങ്ങളൊക്കെ കഴുകാൻ കിടക്കുന്നേ ഉള്ളൂ. അങ്ങനെയൊക്കെയുള്ള പരിപാടികളാണ് ഇനി അടുത്തത്. അപ്പം നിങ്ങൾ ചിന്തിക്കും ചായ രാവിലെ 2 ഗ്ലാസ്സിലല്ല കാണുന്നുള്ളൂ, പിന്നെ ഈ ഗ്ലാസ്സുകളെല്ലാം എവിടെ നിന്നായിരിക്കുമെന്ന്. എൻ്റെ പൊന്നോ, റൈച്ചാൻ ഇപ്പം ഞാൻ എണീറ്റ ഉടനെ ഒരെണ്ണം കൊടുക്കും. അത് കഴിഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കട്ടിങ് ഉണ്ട്. അതാ ഈ കുഞ്ഞു ഗ്ലാസ്സുകൾ. ഞാനിപ്പോൾ ആ ഒരു കപ്പി കുടിച്ചില്ലേ, അത് റൈച്ചാൻ ഒരു 3 പ്രാവശ്യമായിട്ട് കുടിക്കും. പിന്നെ അപ്പച്ചനും കൊണ്ട് കൊടുക്കും. അപ്പം ഇതാണ് ഇവിടുത്തെ പരിപാടി. കപ്പുകൾ ഇങ്ങനെ വെള്ളം ഒഴിച്ചിട്ടേക്കും. ഇപ്പം പോൾമോൻ്റെ കൂടെ 8:30 ആകുമ്പം പോകുന്നത് കൊണ്ട് ഇത്രയും കപ്പുള്ളൂ. അല്ലെങ്കിൽ ഇവിടെ ഞാൻ കഴുകി വെച്ചേക്കുന്ന കപ്പുകളെല്ലാം ഇവിടെ നിരന്നിരിക്കും. അപ്പം ഇന്ന് ഞാൻ മത്തിയാണ് എടുത്തത്. ഞാൻ ഇന്നാളെ പറഞ്ഞില്ലേ നെയ്മത്തിയാന്ന്. അപ്പോൾ അത് ഇവിടെ ഇപ്പം പ്രൈസമ്മോൻ ചാറേ കൂട്ടത്തുള്ളൂ, മുള്ള് മേടിച്ച്. അപ്പച്ചൻ ചിലപ്പം കൂട്ടും, ചിലപ്പം കൂട്ടത്തില്ല. അപ്പോൾ ഞാൻ ചോദിക്കും മത്തിയാ വേണമെന്ന്.
മുള്ളു പേടിച്ചായിരിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. വറുത്താൽ പക്ഷേ കഴിക്കും. ഇപ്പം ഈ നെയ്യൊക്കെ ഞാൻ പറയുമായിരുന്നു ഇതൊക്കെ ഗുണമുള്ള. ഇപ്പം എല്ലാവരും മീൻ ഗുളികയെന്നും പറഞ്ഞ് വിറ്റാമിന് വേണ്ടിയൊക്കെ മീൻ ഗുളിക വാങ്ങിച്ച് തീറ്റിയില്ല. പണ്ടൊക്കെ ആണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ഇതൊക്കെ നമ്മൾ വറുത്ത് ഞങ്ങളുടെ അമ്മ ഇങ്ങനെ കുപ്പിയിലൊക്കെ ആക്കി വെക്കുമായിരുന്നു മീൻ നെയ്യ്. ആ ചട്ടിയിലിട്ട് ചോറൊക്കെ തിന്നാൻ നല്ല ടേസ്റ്റാണ്. തിന്നവർക്ക് അതിൻ്റെ രുചി അറിയാം. ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ ആണെങ്കിൽ പറയാം അയ്യേ ഇതെന്താ ഇവർ പറയുന്നത്, മീനിൻ്റെ നെയ്യിട്ട് പൊരിച്ചിട്ട് ചോറ് തിന്നണോ. അപ്പോൾ ഇപ്പം അതൊക്കെ എല്ലാവരും ഗുളികയായിട്ട് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാവത്തില്ല. ഗുളികയായിട്ട് വാങ്ങിച്ചാൽ പൈസ കൊടുത്താലും വാങ്ങിച്ചാൽ അതിന് വിലയുണ്ട്. പണ്ട് എൻ്റെ കുഞ്ഞുനാളിൽ ഞാനത് ഒരു പ്രാവശ്യമേ അങ്ങനെയുള്ള മുട്ട, ഈ തേട് അറിയാമോ, തേട്, അതിന് വേറെ എന്തോ പേര് പറയുന്നതെന്ന് അറിയത്തില്ല. അതിൻ്റെ തലയുടെ മുള്ളിനൊക്കെ ഭയങ്കര കട്ടിയാണ്. അതിൻ്റെ മുട്ടയെന്ന് പറയുന്നത് നമ്മുടെ ഈ മുട്ടയുടെ മഞ്ഞക്കരു ഉണ്ടല്ലേ അതുപോലുള്ള കുഞ്ഞു കുഞ്ഞു മുട്ടകളായിരിക്കും. അത് ചിലർ അത് പിന്നെ ഞെവിടിയിട്ട് അതിൻ്റെ ആ മഞ്ഞ പോലെ ഇരിക്കുന്ന പുറംതൊലിക്ക് ഇത്തിരി കട്ടിയുണ്ട്, അതെടുത്ത് മാറ്റിയിട്ട് മുട്ട പൊരിക്കുന്നത് പോലെ ചെയ്യും. അല്ലാതെ തോരൻ വെക്കുന്ന പോലെ. ഞാൻ ഒരു പ്രാവശ്യം അത് കഴിച്ചതേ ഓർമ്മയുള്ളൂ. അങ്ങനെ അന്നേ ആ മീനിൻ്റെ അകത്ത് കണ്ടിട്ടുള്ളൂ ഞാൻ. പിന്നെ ഞാൻ കണ്ടിട്ടില്ല. ഈ നമ്മുടെ ഈ അയലക്കകത്തെയും ഇതിൻ്റെ അകത്തെയും ചൂരയുടെയൊക്കെ പരിഞ്ഞിൽ കണ്ടിട്ടുണ്ടല്ലേ, അത് ഞാൻ കണ്ടിട്ടുണ്ട്, ഇപ്പോഴും നമ്മൾ കഴിക്കുന്നുണ്ട്. പക്ഷേ ആ തേടിൻ്റെ അകത്തെ മുട്ട ഞാൻ പിന്നെ കണ്ടിട്ടേ ഇല്ല, തിന്നിട്ടുമില്ല. ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞായിരുന്നില്ലേ കഴിഞ്ഞ 2 ദിവസത്തിന് മുമ്പിട്ട് ഫേസ്ബുക്കിൽ ഞാൻ ഇങ്ങനെ ഈ വീഡിയോകൾ ഇടുന്നുണ്ട്. എനിക്ക് ഫേസ്ബുക്ക് പേജ് എന്ന് പറയുന്നത് ബ്യൂട്ടിഫുൾ ലൈഫാണ്. അതിലങ്ങനെ ഫോളോവേഴ്സ് കുറച്ച് ആൾക്കാരേ ഉള്ളൂ. അല്ലാതെ എൻ്റെ ഫേസ്ബുക്ക് ID എന്ന് പറയുന്നത് ബിജി സന്തോഷാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് 2 എൻ്റെ സബ്സ്ക്രൈബേഴ്സ് അതിൻ്റെ അകത്ത് വന്ന് ഫ്രണ്ട് റിക്വസ്റ്റായി ഞങ്ങൾ ആഡ് ചെയ്തു. അതൊന്ന് നിങ്ങൾ ഫോളോ ചെയ്യുവാണെങ്കിൽ എനിക്ക് വളരെ ഉപകാരമായിരിക്കുമേ. സമയം കിട്ടുമ്പോൾ ഫേസ്ബുക്ക് ബിജി സന്തോഷ് ഒന്ന് സെർച്ച് ചെയ്തിട്ടൊന്ന് ഫോളോ ചെയ്യുവാണേലും നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇപ്പോഴാണ് ഞാൻ ഓർത്തത്, എന്നോട് കഴിഞ്ഞ ദിവസം ഞാനില്ലേ ഡിമാർട്ടിലെ വീഡിയോ ഇട്ടോണ്ടേ എൻ്റെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചായിരുന്നു, പുള്ളിക്കാർ താമസിക്കുന്ന മുള്ളുണ്ടില്ല, ബിജി ഡിമാർട്ടിൽ വീഡിയോ എടുക്കാൻ സമ്മതിക്കുമെന്ന്. ഡിമാർട്ടിൽ വീഡിയോ എടുക്കാൻ സമ്മതിക്കുമെന്ന് വെച്ചാൽ ചില അവിടെ നിൽക്കുന്ന സ്റ്റാഫുകളുടെ ഇതുപോലെ ഇരിക്കും. ചിലർ കണ്ടാൽ ഒന്നും പറയത്തില്ല, ചിലർ കണ്ടാൽ പറയാൻ അലൗഡില്ലെന്ന് പറയും. അപ്പം ഞാൻ അന്ന് വീഡിയോ എടുക്കാൻ കാര്യം ഒരാൾ നിന്ന് എടുക്കുന്ന കണ്ട്, അപ്പോൾ അയാൾ എടുക്കുന്ന കണ്ടുകൊണ്ട് ഞാനും കൂടെ അങ്ങ് വീഡിയോ എടുത്തു. അത് ഞങ്ങൾ എടുത്തത് അവിടെ ഉള്ള പബ്ലിക്കിനെ ഒന്നും എടുത്തില്ല, ഞങ്ങൾ എടുക്കുന്ന സാധനങ്ങൾ റീച്ചാനിപ്പോൾ എടുക്കുമെങ്കിൽ ഞാൻ പോയി അങ്ങനെ വീഡിയോ എടുത്തതേ ഉള്ളൂ. അപ്പോൾ കുറേ എടുത്തെടുത്ത് വന്നോണ്ടേ ഒത്തിരി ഇങ്ങനെ എടുത്തു വന്നോണ്ട് അയാൾ പറഞ്ഞു മാഡം ഇവിടെ അലൗഡില്ലെന്ന്. പിന്നെ ഞാനങ്ങ് നിർത്തി. അന്നേരം എന്നോട് ചോദിച്ചായിരുന്നു ചിലയിടത്തൊന്നും എടുക്കാൻ അലൗഡ്, ഇവിടെ അതുപോലെ തന്നെ നിൽക്കുന്ന സ്റ്റാഫുകൾ എങ്ങനെയുള്ളതെന്ന് വെച്ചാൽ അതനുസരിച്ച് അവർ പറയും. ഇവിടെ ഇപ്പം നമ്മുടെ മീനിൻ്റെ അരപ്പൊക്കെ ഒന്ന് തിളച്ച് ഞാനൊന്ന് മീൻ ചിലത് ഞാൻ ഒന്ന് 2 പീസാക്കിയിട്ടുണ്ട്, ചിലത് അതുപോലെ ഇട്ടിട്ടുണ്ടേ. ഇവിടെ 2 ദിവസം ഞങ്ങളുടെ ജിയോയുടെ കേബിളാണ് നെറ്റിൻ്റെ ഇല്ലായിരുന്നു. എന്തോ അതിൻ്റെ മെയിൻ പ്രോബ്ലം ആയിരുന്നു. ടെറസിൻ്റെ മുകളിൽ അവർ പോയി നോക്കി 2 ദിവസമായിട്ടൊന്നുമില്ലായിരുന്നു. ഇവിടെ ദൈവമേ 2 ദിവസം പ്രൈസനാണെങ്കിൽ വെരുകിനെ പോലെ വെരുക് നടക്കുന്ന അറിയാം, അങ്ങോട്ടും ഇങ്ങോട്ടും അതുപോലുള്ള നടപ്പായിരുന്നു. എൻ്റേതിൽ മൊബൈൽ ഡാറ്റയും ഉണ്ട്, പക്ഷേ അത് ഒത്തിരി സ്പീഡില്ലായിരുന്നു. പിന്നെ എങ്ങനെയും ഞാൻ വീഡിയോ രാത്രി അപ്ലോഡിനിട്ടാൽ നേരം വെളുത്താലും ആവത്തില്ലായിരുന്നു, അതുപോലെ സ്പീഡ് കുറവായിരുന്നു. പിന്നെ ഇന്നലെ ഒരു ദിവസം മൊത്തത്തിൽ ഇല്ലായിരുന്നു, പിറ്റേ ദിവസവും ഇല്ലായിരുന്നു, പിന്നെ ഇന്ന് രാവിലെ 2 ദിവസം ഇല്ലായിരുന്നു. ഇന്ന് രാവിലെയാണ് വന്ന് അവർ കേബിൾ എല്ലാം മാറ്റി പുതിയതാക്കി ഇട്ട്, അപ്പോഴാണ് അത് ചാലുവായത്. രാവിലെ റേച്ചാനും പ്രൈസിനൂടെ വെളിയിൽ പോയേക്കുമായിരുന്നു. അപ്പോഴാണ് ഈ പയ്യൻ വന്ന് ബെല്ലടിച്ചത്. എൻ്റെ അടുത്ത് പറഞ്ഞ് ജിയോ എന്ന് വന്നതാണ്. ഞാൻ ചിന്തിച്ച് ജിയോയിൽ നിന്ന് വന്നോണ്ടേ സാധനം എന്തോ ഓർഡർ ചെയ്ത് അങ്ങനെ OTP നമ്പറിനാണ്. പിന്നെ ആ കൊച്ചൻ കഥ തുറന്ന് കിടക്കൊണ്ട് അന്നേരം ഈ ലൈറ്റ് ഇങ്ങനെ റെഡ് ഇങ്ങനെ കിടന്ന് ബ്ലിങ്കായിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോഴാണ് പറഞ്ഞത് ഇത് നോക്കാൻ വന്നതാണ്. ഞാൻ പറഞ്ഞു ഞാൻ ചിന്തിച്ച് ജിയോ മാർട്ടിൽ നിന്ന് വന്നതാണ്, അതിന് ഞാൻ OTP തുറക്കാൻ ഹസ്ബൻഡിന് ഫോൺ ചെയ്യുമായിരുന്നെന്ന്. കൊച്ചു പറഞ്ഞു അല്ല മാഡം ഞാനിത് നോക്കാൻ വന്നതാണ്, ജിയോ എന്നില്ല കേട്ടപ്പോഴേ. അപ്പോൾ പ്രൈസ് എന്നോട് ചോദിച്ചു മമ്മി പുള്ളിയുടെ ബാഗ് കണ്ടില്ല. ഞാൻ പറയാം ഒരു കറുത്ത ബാഗ്. ഞാൻ ചിന്തിച്ച് അതിൻ്റെ അകത്ത് സാധനം കാണും, അങ്ങനെ ഞാൻ ചിന്തിച്ചേന്ന്. അപ്പോൾ മീൻകറിയൊക്കെ ഇവിടെ റെഡിയായി. അപ്പോൾ ഞാൻ പയറരിഞ്ഞ് വെച്ചായിരുന്നു. ആ പയറരിഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായി ഇച്ചിരി വെള്ളം കൂടുതലാണ്. അത് ഞാൻ കുറേ നേരം ഹൈ ഫ്ലെയിമിലിട്ട് ഇളക്കി താണ്ട് അടിയിൽ കണ്ടില്ല ഇങ്ങനെ കുഴിയെടുക്കുന്നുണ്ട് വെള്ളം. ഒത്തിരി നേരം ഇളക്കി കഴിഞ്ഞിട്ടാണ് തുറന്ന് തന്നെ ഇട്ടിട്ട് ഇളക്കി ഇങ്ങനെ എടുക്കുമായിരുന്നു. പിന്നെ അത് കാണുമ്പോൾ അറിയാമല്ലേ വേവുന്നതനുസരിച്ച് വെള്ളം ഇറങ്ങുക.
ഇനി അങ്ങനെ തോരനൂടെ വെന്താൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. ചെയ്യാതെ ആരും കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായി വീണ്ടും ചാനൽ കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കോൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓളെന്നൊരു ഓപ്ഷൻ വരും. അതോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിന്ന് വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.